നമ്മുടെ നാട്ടിൽ അത്യാവശ്യം എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ B6, ബീറ്റ കെരോട്ടിൻ, മാംഗനീസ് എന്നിവ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ്. മാത്രമല്ല നാരുകളും ധാരാളമായിട്ട് മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിനത് നല്ലതാണ്. ബീറ്റ കെരോട്ടിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താനും സഹായിക്കും. ഫൈബർ അടങ്ങിയ അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കുടലിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ്. ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും. അതുപോലെ വൈറ്റമിൻ B6 അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ സിറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒന്നാണ്. ഈ സിറോട്ടോണിൻ എന്ന ഹോർമോണാണ് നമുക്ക് സന്തോഷം നൽകുന്ന ഹോർമോണാണ് സിറോട്ടോണിൻ. ഇതിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ B6. അത് മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നാച്ചുറലി മധുരമാണ്, സ്വീറ്റ് ആണ്. പക്ഷേ പ്രമേഹമുള്ളവർക്കും ഇത് ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കാം. കാരണം ഇതിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് ഷുഗർ സ്പൈക്ക് വരാതെ അത് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ സഹായിക്കും. കാലോറി വളരെ കുറവാണ്. കാർബോഹൈഡ്രേറ്റ് മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഊർജം നിലനിർത്താൻ സഹായിക്കും. മാത്രമല്ല ഒരുപാട് സമയം വിശപ്പ് കൺട്രോൾ ചെയ്ത് നിർത്താനും അത് സഹായിക്കും. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ആന്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിന്നിന്റെ ഒരു ഹെൽത്തിന് നല്ലതാണ്. സ്കിന്നിന് ഒരു തിളക്കം ലഭിക്കാനും ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ് ലഭിക്കാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് മധുരക്കിഴങ്ങ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഈവൻ പ്രമേഹമുള്ളവർക്കാണെങ്കിലും വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ മധുരക്കിഴങ്ങ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്.